വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് KPCC സംഘം വയനാട്ടിൽ. സാമ്പത്തിക ആരോപണങ്ങളിൽ IC ബാലകൃഷ്ണൻ MLA സംരക്ഷിക്കുന്ന നിലപാടാണ് നേതാക്കൾക്ക്. നിയമനക്കോഴ ആരോപണങ്ങളിൽ പോലീസ് പ്രതി ചേർത്ത പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനാണ് നേതൃത്വത്തിന്റെ ആലോചന. ബാങ്ക് സഹകരണ മേഖലയിലെ നിയമനങ്ങളും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരം പരാതികളിൽ ന്യായയുക്തമായ തീരുമാനം എടുക്കണമെന്നാണ് KPCC പ്രസിഡന്റ് നിർദ്ദേശിച്ചത്. മാറ്റി നിർത്തൽ അത് KPCC ആണ് തീരുമാനിക്കേണ്ടത്. IC ബാലകൃഷ്ണൻ മാറ്റി നിർത്തിയാൽ അന്വേഷണത്തിൽ അദ്ദേഹം നിരപരാധിയാന്ന് തെളിയിച്ചാൽ അദ്ദേഹത്തിന് ആ സ്ഥാനം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. ഈ കുടുംബം പറയുന്നത് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഇപ്പോഴും അത് പരിശോധിക്കേണ്ട വിഷയമാണ്. കുടുംബത്തിന്റെ പരാതികളും പരിഭവങ്ങളും വളരെ ഗൗരവത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വീക്ഷിക്കുന്നത്. ഒരു കമ്മിറ്റി എന്നുള്ളതല്ല, ഞങ്ങളുടെ ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാമല്ലോ. അതിനകത്ത് 1, 2, 3 ആളായിട്ട് ലഭിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഇതിനൊരു പർപ്പസുണ്ട്. ആ പർപ്പസിന് വന്ന ഒരു വിസിറ്റാണിത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. അവർ പറയാനുള്ളത് ഞങ്ങൾ കേൾക്കും. ഞങ്ങൾ ചോദ്യം ചെയ്യലിന് വേണ്ടി വന്നതല്ലല്ലോ. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫാക്ട് ഫൈൻഡിംഗ് ആണ്. അപ്പോൾ അതിന് പറ്റത്തക്ക വിധത്തിലുള്ള സമീപനമായിരിക്കും. ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങളതെല്ലാം റെക്കോർഡ് ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകും. അത് പാർട്ടിക്കകത്ത്. പക്ഷേ ഇപ്പം ഞങ്ങൾ ആ മരണ വീട്ടിൽ പോയി ഉപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആ വീട്ടിലെത്തണം. അതാണ് ഞങ്ങളുടെ പ്രാഥമികമായ കടമ. അതുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ മാത്രം, വേറെ ആരുമില്ല. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് CPIM. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇതിലിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അത് ആത്മഹത്യാക്കുറിപ്പ്, അതിൽ കൈയക്ഷരം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. അതിനിടെ കോൺഗ്രസ് ഇപ്പോൾ ഒരു സമിതിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ചില നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത്, പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുത്തൊരു മുഖം രക്ഷിക്കൽ എന്നതിനപ്പുറത്തേക്ക് അവർ കടക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്ത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇന്ന് രാവിലെ DCC ഓഫീസിൽ പ്രാഥമിക കൂടിയാലോചനകൾ നടത്തി. DCC പ്രസിഡന്റ് അടക്കമുള്ളവരോട് കൂടിയാലോചന നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും TN പ്രതാപനും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് MLAയും ജയന്തും ഉൾപ്പെടെയുള്ള നേതാക്കൾ 4 സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത്. ആ 4 സമിതിയും എത്തി. അതിനുശേഷം ഒരു മണിക്കൂറോളം DCC ഓഫീസിൽ അവരുണ്ടായിരുന്നു. അവർ വിശദാംശങ്ങളെല്ലാം തന്നെ, ഇത് പ്രാഥമികമായുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ ബത്തേരിയിലെ NM വിജയന്റെ വീട്ടിലേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ബത്തേരിയിലെ NM വിജയന്റെ വീട്ടിലേക്ക് എത്തി വീട്ടുകാരുമായി സംസാരിക്കും. അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അവർ അവിടെ എത്തിയ ശേഷം ഈ കുടുംബത്തിന്റെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തന്നെ കേൾക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഒരു സമിതിയെ നിയോഗിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ കത്ത് കുടുംബം KPCC പ്രസിഡന്റിനും ഒപ്പം തന്നെ NM വിജയൻ തയ്യാറാക്കിയ കത്ത് KPCC പ്രസിഡന്റിനും ഒപ്പം VD സതീശനും കൈമാറിയിരുന്നു. ഇരുവരുടെയും ഭാഗത്തുനിന്ന് ഒന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് ഈ കത്ത് വായിച്ചില്ല എന്നുള്ളതാണ്. അത്ര ലാഘവത്തോടു കൂടിയാണോ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള ഗുരുതരമായ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഇങ്ങനെ ഈ ഒരു സമീപനമാണോ എടുത്തതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ കുടുംബത്തെ പരിഹസിക്കുന്ന രീതി അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശമാണ് VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായത്. VD സതീശൻ പറഞ്ഞത് CPM-ഉം അതോടൊപ്പം ആദ്യമായാണല്ലോ ഇന്നിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് സുർജിത്ത് ഒരു കുടുംബത്തിനൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്ന തരത്തിലേക്ക് ഒരു പരാമർശം ഇതാദ്യമായാണ് തിരുവഞ്ചൂരിന്റെ ഭാഗത്തുനിന്നാണ് അത് ഉണ്ടായത്. തീർച്ചയായും തിരുവഞ്ചൂരിന്റെ പ്രതികരണം അത്തരത്തിലാണ് ഉണ്ടായത്. എന്തായാലും കുടുംബത്തെ കേൾക്കും എന്നുള്ളത് അതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ബാധ്യത, അതായത് 1 കോടിയിലധികം രൂപയുടെ ബാധ്യത ഈ NM വിജയനെ സംബന്ധിച്ച് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.